ഹലോ ഹലോ. ഭാവേ, എന്തോയി? എന്താണടോ? എന്ത്? അനക്കൊരു സ്നേഹമില്ലല്ലോ. ആര് പറഞ്ഞ സ്നേഹമില്ലാന്ന്? സ്നേഹം ഉണ്ടായോണ്ടാണോ ഇങ്ങനെ ബില്ലൊക്കെ അയച്ചു തരണേ? പുതിയ പരിപാടിയാന്ന് തോന്നുന്നുണ്ടല്ലോ. അത് പുതിയ പരിപാടിയൊന്നുമല്ല. മുന്നേ ഉള്ളതാ? ഉം. ഇപ്പൊ കയ്യിൽ പൈസ തരാത്തോണ്ടായിരിക്കാം. ആ. നടക്കട്ടെ. എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ? പിന്നെ എന്നിട്ട് എന്നിട്ടെന്താ, ഇങ്ങക്കും എടുത്തു ഞാൻ. അതെനിക്കറിയാം. പിന്നെ എൻ്റെ ബർത്ത്ഡേ ഇനിയിപ്പോൾ വരല്ലേ, അപ്പോൾ പിന്നെ ഡ്രസ്സ് എല്ലാവർക്കും ഒരുമിച്ച് എടുക്കില്ല. എനിക്കപ്പം തന്നെ കത്തി. ഞാനൊക്കെ എടുത്തിട്ട് എന്തിനാ നിങ്ങക്ക്? എന്നിട്ടുള്ളതൊക്കെ ചെറുതാവുകയും ചെയ്യും, വരെയില്ല. എല്ലാവരും ഇരിപ്പുണ്ടോ? എന്റെ ഡ്രസ്സിനൊത്ത കളറൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എന്നെ നോക്കിയിരിക്കുവാ. എന്നെ നോക്കിയിരിക്കുമ്പോൾ എനക്ക് എടുത്തിട്ടൂടെ? ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ അതോടെ എടുത്തിടാന്ന്. അത് വേണോ? അല്ല, സാരമില്ല വെച്ച് എനക്ക് ഇടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടോ, നോ പ്രോബ്ലം. അയ്യടാ, മര്യാദ കണ്ടു വന്ന പെട്ടെന്ന്. അതെന്താടോ? അല്ല, ഞാന് പെട്ടെന്ന് കൂടുന്നു പോവും. എങ്ങോട്ട് പോവാനാ? ഞാൻ എവിടേക്കെങ്കിലും പോവും. ഷോ, എവിടേക്കെങ്കിലും പോകുമ്പേ ഒരു കത്തെങ്കിലും എഴുതി വെക്കണേ. ഇല്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാക്കോയ്ക്ക്. ഇപ്പൊ എഴുതി വെക്കാം. പൊന്നാറ മുള എഴുതുന്നത്. എനിക്ക് ജീവിതം മടുത്തു. നോർമലി നമ്മൾ എഴുതൂലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണേ. എന്നിട്ട് എന്തിനാണാവോ? അതാകുമ്പോ പിന്നെ തിരക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം മനസ്സിലായല്ലോ. എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ടെൻഷൻ അടിക്കാൻ പറ്റത്തില്ല. ടെൻഷൻ അടിച്ചാൽ ബി പി കൂടൂലേ. എൻ്റെ ബി പി കൂട്ടിയാൽ മതിയല്ലോ, എൻ്റെ ബി പി ഹൈ ആക്കണ്ടല്ലോ. അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ ചെയ്യും. എനിക്ക് തീരെ സൈ കിട്ടാതെ അതൊന്നും ചെയ്യുള്ളൂ. അങ്ങനെ സൈ ഇടാൻ വേണ്ടിയിട്ടൊന്നും വരില്ലല്ലോ. വരുവോ? എന്നെ കൊണ്ട് കൊണ്ടുപോയില്ല, നിങ്ങൾ കൊണ്ടുവരേയില്ല. അതിന് ഈ ചൂടാവണ എന്തിനാ ആവശ്യേ? എത്ര നാളായി പറയണ എനിക്കൊന്ന് അവളെ കറങ്ങാൻ കൊണ്ടുപോയാന്ന്. അതിന് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടായിട്ടൊന്നുമില്ലല്ലോ. അതിന് സമയം സാഹചര്യമൊക്കെ ഒന്നിച്ചു വരുമ്പോൾ പോകപ്പെടും. പോരെ? പിന്നെ ഇനി മൂക്കി പല്ലൊക്കെ വന്നിട്ട് ഞാൻ വരാം. അത് ശരിയാണല്ലോ, ഈ 2-3 വട്ടം പറഞ്ഞിരിക്കുന്നു ഇന്ന് തന്നെ. നേരത്തെ വിളിച്ചപ്പോഴും പറഞ്ഞില്ലേ എനക്ക് മൂക്കി പല്ല് വരുമ്പോഴാണോ നിങ്ങൾ വരണെന്ന്? എന്താണത് മീനിങ്? അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ബുദ്ധിയില്ല. എനക്ക് ബുദ്ധിയില്ല, എനക്ക് ഭയങ്കര ബുദ്ധിയല്ലേ. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. അത് എനിക്ക് ഇന്നലെ മനസ്സിലായി. വഴി തെറ്റിന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലേ? അതങ്ങനെ എനിക്ക് പെട്ടെന്ന് ഞാൻ മറന്നുപോയതാ. സ്വന്തം വീട്ടിലേക്കുള്ള വഴി മറക്കുമ്പോ അന്നെ ഞാൻ എന്താ വെച്ച് പറയണ്ടേ? അതങ്ങനൊന്നല്ല. അത് എങ്ങനെയാണെങ്കിലും ഇനി എൻ്റെ പൊന്നാര മോള് പോകുമ്പേ നേരിട്ട് അങ്ങോട്ട് ബസ് ഇല്ലാത്തതുകൊണ്ടല്ലേ. അവിടെ വണ്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടാക്സി ഉണ്ടല്ലോ. ഉമ്മയുടെ മോൻ എനിക്ക് പൈസ അയച്ചെന്നുണ്ടല്ലോ. എന്താണോ വെച്ച് ഇങ്ങനെയൊക്കെ പറയണേ? എന്നോടാണോ ഈ പറഞ്ഞത്? പിന്നെ അല്ലാണ്ട് ടാക്സിക്കൊക്കെ എന്താ റേറ്റ്? അതൊന്നും സാരില്ല വെച്ച്, എനക്ക് പോകാൻ എന്താണ്, എന്തിനു വേണമെങ്കിലും എനക്ക് പോവാം. വിമാനത്തിൽ പോണോ? പൊയ്ക്കോ. അങ്ങോട്ട് റൂട്ടില്ലാന്ന് അറിഞ്ഞോണ്ട് പറഞ്ഞെന്ന് വിചാരിക്കല്ലേ. അതെനിക്ക് മനസ്സിലായി, പിന്നെ കളിയാക്കിയതാണ്. അവച്ച് ഞാൻ കളിയാക്കൂല. ഇനി പോകുമ്പോ ഒരു പേനയും പേപ്പറൊക്കെ ആക്കി പോണം കേട്ടോ. എല്ലാം എഴുതി വെക്കണം. നിങ്ങൾ എഴുതി വെച്ചാലോ? ഞാൻ എവിടെയും പോകാറില്ലല്ലോ, എനക്കറിയില്ലേ. നിങ്ങൾ എവിടെയും പോകാറില്ലെന്നൊന്നും പറയണ്ട. നാട്ടിലെത്തിയാല് എന്റെ കൂടെ ഒന്നും ചെലവഴിക്കാണ്ട് നേരെ ഫ്രണ്ട്സുകളൊപ്പം പോകും. അതെനിക്ക് അറിയാവുന്നത് ഞാൻ പോകാറുള്ളൂ ആവശ്യേ. ഈ അങ്ങനെ പറയുന്നേ പേടിപ്പെടുത്തല്ലേ. ഞാൻ പേടിപ്പെടുത്തിയൊന്നുമില്ല.